നമസ്കാരം, ഞാൻ ഗോപകുമാർ. വെൽക്കം ടു M4 മാത്സ്. 11th ക്ലാസ്സിലെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് വീഡിയോസ് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ലൈവ് ഓൺലൈൻ ക്ലാസ്സിന്റെ റെക്കോർഡഡ് വീഡിയോസ് ആണിത്. അതുകൊണ്ട് സൗണ്ടിന് ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. ശ്രദ്ധയോട് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട ഫോർമുലാസ് പഠിച്ചതിന് ശേഷം പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുക. d/dx of x raised to n, nx raised to n minus 1. Second formula, d/dx of sin x, derivative of sin x cos x. Next formula, d/dx of cos x, derivative of cos x minus sin x, derivative of sin x with respect to x cos x, derivative of cos x with respect to x minus sin x. Next formula, d/dx of tan x, sec square x, derivative of tan x with respect to x, sec square x. Next formula, d/dx of cot x, derivative of cot x minus cosec square x. Next formula, d/dx of sec x, derivative of sec x tan x, derivative of sec x tan x. Next formula, d/dx of cosec x, negative cosec x cot x. പുതിയ ഫോർമുലാസ് ഒന്നും കൂടെ നോക്കുക. ഡെറിവേറ്റീവ് ഓഫ് sin x cos x, ഡെറിവേറ്റീവ് ഓഫ് cos x minus sin x, derivative of tan x sec square x, derivative of cot x minus cosec square x, derivative of sec x tan x, derivative of cosec x minus cosec x cot x. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. First question, sin 4x. Find the derivative of sin 4x. Sin 4x, sin x ന്റെ ഡെറിവേറ്റീവ് d/dx of sin x. ഈ ഫോർമുലാസ് ഒക്കെ ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. d/dx of sin x cos x, ഡെറിവേറ്റീവ് ഓഫ് sin x cos x. sin 4x എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും എന്ന് നോക്കാം. ഡെറിവേറ്റീവ് ഓഫ് sin 4x, d/dx of sin 4x. ഡെറിവേറ്റീവ് ഓഫ് sin x cos x എന്നറിയാം. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് sin 4x cos 4x ഇൻറ്റു 4xനെയും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതണം. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷന്റെ ഡിഫറൻസിയേഷൻ. ബേസിക് ഫോർമുലയിൽ sin x ആണുള്ളത്. sin x ന്റെ ഡെറിവേറ്റീവ് cos x ആണ്. എന്നാൽ sin 4xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ cos 4x. ബേസിക് ഫോർമുലയിൽ x ആണ്, എന്നാൽ ഇവിടെ 4x ആണ്. അതുകൊണ്ട് 4xനെയും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 4xന്റെ ഡെറിവേറ്റീവ് 4 ഇൻറ്റു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 കിട്ടും. 4 ഇൻറ്റു 1 4. സൈൻ 4xനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 4 cos 4x എന്ന് കിട്ടും. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. 4xനെ സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 4xനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 4 എന്ന് കിട്ടും. 4 ഇൻറ്റു cos 4x എന്ന് റിസൾട്ട് എഴുതുക. അടുത്തൊരു ക്വസ്റ്റിനെ, സൈൻ 8x. Find the derivative of sin 8x. So d/dx of sin 8x. Sin x in the derivative cos x. d/dx of sin 8x cos 8x into function of function. Function of function എന്നാണ് ഇതിനെ പറയുന്നത്. 8xനെയും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നമ്മൾ എപ്പോഴും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് x ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. sin x ന്റെ ഡെറിവേറ്റീവ് cos x. ഇനി നോക്കുക, ഇത് x ആണോ? x മാത്രമല്ല, എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ് 8x. 8xന്റെ ഡെറിവേറ്റീവ് 8xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 8 കോൺസ്റ്റന്റ്, ഡെറിവേറ്റീവ് ഓഫ് x 1. 8 ഇൻറ്റു 1 8. 8 cos 8x, ഡെറിവേറ്റീവ് ഓഫ് സൈൻ 8x 8 cos 8x. പിന്നെ എഴുതാവേ. അടുത്തൊരു ക്വസ്റ്റ്യൻ, സൈൻ 5x plus 2. Find the derivative of sin 5x plus 2. d/dx of derivative of sin 5x plus 2. അപ്പോൾ നമുക്കറിയാം d/dx of
sin x is equal to cos x. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ cos x കിട്ടും. cos x, എക്സിന്റെ പ്ലേസിൽ ഇവിടെ ആംഗിളായിട്ട് 5x plus 2 ആണ് ഉള്ളത്. അതുപോലെ എഴുതുക. x എന്നല്ല എഴുതുന്നത് 5x plus 2 എന്ന് എഴുതുക. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 5x plus 2 നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. x ആണെങ്കിൽ കഴിഞ്ഞു, നമ്മുടെ ആൻസർ കഴിഞ്ഞു. ഇവിടെ x ന് പകരം 5x plus 2 ആണ്. 5x plus 2 നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 5 into 5 കോൺസ്റ്റന്റ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 2ന്റെ ഡെറിവേറ്റീവ് 2 കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 എന്നറിയാം. 5 into 1 5 പ്ലസ് 0 5, ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ 5 എന്ന് കിട്ടും. സൈൻ 5x plus 2ന്റെ ഡെറിവേറ്റീവ് cos 5x plus 2 into 5. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ. y is equal to sin ax plus b. Find dy by dx. Derivative of sin x. Derivative of sin x എന്താണ്? Derivative of sin x cos x. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dx കിട്ടും. is equal to sin x എന്ന് വായിക്കുക. അതിന് sin x ന്റെ ഡെറിവേറ്റീവ് cos x into ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ax plus b സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇത് sin x എന്ന് വായിച്ചു, cos ax plus b എന്ന ഡെറിവേറ്റീവ് എഴുതി. ഇനി ആംഗിൾ നോക്കുക. ഇത് x അല്ല, ax plus b എന്നൊരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. a ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് 0. കാരണം ഇതിനകത്ത് x ഇല്ല, x വേരിയബിൾ ഇല്ല, അത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ a ഇൻറ്റു 1 a പ്ലസ് 0 എന്ന് വെച്ചാൽ a കിട്ടും. a ഇൻറ്റു cos ax plus b. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് cos 7x. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് cos 7x. d by dx of cos 7x. d by dx of cos x ന് ഒരു ഫോർമുല പഠിച്ചു. ഡെറിവേറ്റീവ് ഓഫ് cos x മൈനസ് sin x. മൈനസ് sin x. cos x എന്ന് വായിക്കരുത്. cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. മൈനസ് sin x. ഇവിടെ x ന്റെ പ്ലേസിൽ 7x ആണുള്ളത്. അതുകൊണ്ട് ഇതിന് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 7x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. x ന്റെ ഡെറിവേറ്റീവ് 1 into 7 7. ഡെറിവേറ്റീവ് ഓഫ് x 1 into 7 7. മൈനസ് 7 sin 7x. ഡെറിവേറ്റീവ് ഓഫ് cos 7x മൈനസ് 7 ഇൻറ്റു സൈൻ 7x. ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം, മടിയൊന്നും വിചാരിക്കരുത്. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഴുതുന്നത് പിന്നെ എഴുതാം, നിങ്ങൾ ഇതിനകത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ cos 15x. cos 15x. ഡെറിവേറ്റീവ് ഓഫ് cos 15x. ഡെറിവേറ്റീവ് ഓഫ് cos x. ഡെറിവേറ്റീവ് ഓഫ് cos x മൈനസ് sin x. മൈനസ് sin 15x. ഇത് x അല്ല, ബേസിക് ഫോർമുല x ആണ്. അതുകൊണ്ടാണ് നമ്മൾ മൈനസ് sin x എന്ന് എഴുതുന്നത്. പക്ഷെ ഇവിടെ 15x ആകുമ്പോൾ ഇതും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 15x ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ cos x, cos xന് ആംഗിളായിട്ടൊരു ഫംഗ്ഷൻ അങ്ങോട്ടുണ്ട്, അതാണ് 15x. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 15 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. 15 ഇൻറ്റു 1 15. നെഗറ്റീവ് 15 sin 15x. Derivative of cos 15x negative of minus 15 sin 15x. Next question. Cos of 6x minus 5. d by dx of cos 6x minus 5. Formula നമുക്കറിയാം. d by dx of cos x minus sin x. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് sin 6x minus 5 എന്ന് എഴുതാം. ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ചെയ്യുക. 6x minus 5. 6x minus 5നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സിന്റെ ഡെറിവേറ്റീവ് 1. 1 ഇൻറ്റു 6. 6 ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് 0. 6x minus 5നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 6 കിട്ടും. മൈനസ് 6 sin 6x minus 5. Derivative of cos 6x minus 5 minus 6 sin 6x minus 5. Next question. Cos
px plus q. Cos px plus q. Or derivative of cos px plus q. Derivative of cos x minus sin x. Derivative of cos px plus q minus sin x. X in the place ഇവിടെ px plus q ആണ്. നോക്കുക, ഇത് x അല്ല, x ന്റെ ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. px plus q. px plus q. px നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ x ന്റെ ഡെറിവേറ്റീവ് 1. px നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ p കിട്ടും. q കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0. q ന്റെ ഡെറിവേറ്റീവ് 0. p plus 0 p എന്ന് എഴുതാം. Minus p sin px plus q. Next question. Find the derivative of cos 5 minus 3x. Find the derivative of cos 5 minus 3x. അപ്പോൾ cos x ന്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയാം. cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഇവിടെ x ന്റെ പ്ലേസിൽ 5 മൈനസ് 3x. 5 മൈനസ് 3x. ഓക്കെ, ഫംഗ്ഷൻ കൂടെ ചെയ്യണം, കാരണം ഇവിടെ x മാത്രമല്ല 5 മൈനസ് 3x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അവിടെ ഉണ്ട്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവിടെ സൂക്ഷിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 എന്നറിയാം. ഇവിടെ മൈനസ് 3x. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. 1 ഇൻറ്റു മൈനസ് 3. 1 ഇൻറ്റു മൈനസ് 3 മൈനസ് 3. എക്സിന്റെ ഡെറിവേറ്റീവ് 1. 1 ഇൻറ്റു മൈനസ് 3 മൈനസ് 3. 0 മൈനസ് 3 മൈനസ് 3. അത് തെറ്റിക്കരുത്, മൈനസ് 3. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് കണ്ടല്ലോ, മൈനസ് 3 ആണ്. അപ്പോൾ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1. 1 ഇൻറ്റു മൈനസ് 3 മൈനസ് 3. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടുന്നത് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് 3. 3 സൈൻ 5 മൈനസ് 3x. ഇതാണ് ഇതിൻ്റെ റിസൾട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് tan 5x. ഡെറിവേറ്റീവ് ഓഫ് tan 5x. നമ്മളൊരു ഫോർമുല എഴുതിയിട്ടുണ്ട്. d by dx of tan x. d by dx of tan x. ഡെറിവേറ്റീവ് ഓഫ് tan x sec square x. ഫോർമുലാസ് എല്ലാം നന്നായിട്ട് പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. ഡെറിവേറ്റീവ് ഓഫ് tan x sec square x. പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കണ്ട. അതാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്നത്. tan x ന്റെ ഡെറിവേറ്റീവ് sec square x. tan 5x ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ഡെറിവേറ്റീവ് ഓഫ് tan 5x sec square 5x. ഇത് നോക്കിയാൽ ഇത് x ആണോ? x അല്ല, ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ കൂടെ ചെയ്യണം. 5x. അപ്പോൾ x ന്റെ ഡെറിവേറ്റീവ് 1. 5 ഇൻറ്റു 1. 5 ഇൻറ്റു 1 5. ഡെറിവേറ്റീവ് ഓഫ് tan 5x 5 sec square 5x. Next question. Find the derivative of tan 4x plus 3. d by dx of tan 4x plus 3. Derivative of tan 4x plus 3. നമുക്കറിയാം d by dx of tan x. Derivative of tan x sec square x. Derivative of tan 4x plus 3 sec square 4x plus 3. 4x plus 3 ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 4x plus 3. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ചെയ്യണം. ഇവിടെ എക്സിന്റെ ഡെറിവേറ്റീവ് 1. 1 ഇൻറ്റു 4 4. ഇത് കോൺസ്റ്റന്റ് ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ 4. 4 ഇൻറ്റു sec square 4x plus 3. tan 4x plus 3യുടെ ഡെറിവേറ്റീവ് 4 ഇൻറ്റു sec square 4x plus 3. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the derivative of tan x by 5. ഇതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. d by dx of derivative of tan x by 5. tan x by 5. tan x ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. tan x ന്റെ ഡെറിവേറ്റീവ് sec square x. sec square x. x by 5. ഇത് x ആണോ നോക്കുക. അല്ല, x by 5 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. x ന്റെ ഡെറിവേറ്റീവ് 1. 1 by 5 into 1 by 5. tan x by 5 ന്റെ ഡെറിവേറ്റീവ് 1 by 5 sec square x by 5. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറയാം. tan px plus a. ഡെറിവേറ്റീവ് ഓഫ് tan px plus a.
is equal to tan x ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം sec square x. sec square x into ഇത് x അല്ല, x ന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൂടെ വേണം. px plus a, x ന്റെ ഡെറിവേറ്റീവ് 1 into p plus a കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0. p into 1 p into sec square px plus a. Derivative of tan px plus a is equal to p sec square px plus a. Next question, find the derivative of sec ax. Sec derivative of sec x. Sec x ന്റെ ഡെറിവേറ്റീവ് എന്താണ് ഫോർമുല? sec x tan x. tan x. Derivative of sec x tan x. ഓർത്ത് വയ്ക്കുക, d by dx of, നമുക്കിവിടെ sec x ന്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. sec x. sec x ന്റെ ഡെറിവേറ്റീവ് sec x tan x എന്ന് എഴുതാം. sec x tan x. sec x tan x. ഇനി നോക്കുക, അത് x ആണോ നോക്കുക. ഇവിടെ ax എന്നൊരു ഫംഗ്ഷൻ ആണുള്ളത്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷനും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ax a into derivative of x 1, a into 1 a into sec ax, a into sec ax tan ax. Okay, next question, sec 4x minus 3, d by dx of sec 4x minus 3. sec x ന്റെ ഡെറിവേറ്റീവ് sec x tan x എന്നറിയാം. sec 4x minus 3 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ sec 4x minus 3 into tan 4x minus 3. Derivative of sec 4x minus 3 is equal to sec 4x minus 3 into tan 4x minus 3. ഇവിടെ x ന് പകരം 4x minus 3 ആണ്. അതുകൊണ്ട് 4x minus 3 ഡിഫറൻഷിയേറ്റ് ചെയ്യുക. x ന്റെ ഡെറിവേറ്റീവ് 1 into 4 3 കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0. ആൻസർ ഈസ് 4 sec 4x minus 3 into tan 4x minus 3. Next question, 5 sec 2x plus 3 cos 4x. ഇതിനെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമെന്ന് നോക്കാം. d by dx of sec x. sec x ന്റെ ഡെറിവേറ്റീവ് sec x tan x. അതുപോലെ cos x ന്റെ ഡെറിവേറ്റീവ് d by dx of cos x minus sin x. ഈ ഫോർമുലാസ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. d by dx of 5 sec 2x plus 3 cos 4x is equal to 5 sec 2x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 5 into sec 2x. sec x ന്റെ ഡെറിവേറ്റീവ് sec x tan x. sec 2x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ sec 2x into tan 2x. ഇവിടെ x അല്ല 2x ആണ്, ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എഴുതണം. 2x, x ന്റെ ഡെറിവേറ്റീവ് 1 into 2 പ്ലസ് 3 cos 4x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 3 into cos 4x. cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x ആണെന്നറിയാം. ഇത് cos 4x ആണ്, ഡെറിവേറ്റീവ് മൈനസ് sin 4x. cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x ആണ്. ഇവിടെ 4x ആയതുകൊണ്ട് 4x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. x ന്റെ ഡെറിവേറ്റീവ് 1, 4 into 1 4, 5 into 2 10 sec 2x tan 2x, positive into negative 3 into 4 12, negative 12 sin 4x. Find the derivative of cot mx. d by dx of cot x. cot x ന്റെ ഡെറിവേറ്റീവ് എന്താണ് പഠിച്ചത്? മൈനസ് cosec square x അല്ലയോ? cot x ന്റെ ഡെറിവേറ്റീവ് മൈനസ് cosec square x, മൈനസ് cosec square x. ഡെറിവേറ്റീവ് ഓഫ് cot mx with respect to x. cot x ന്റെ ഡെറിവേറ്റീവ് മൈനസ് cosec square mx. ഇവിടെ നോക്കുക, ഇത് x ആണോ? സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ x മാത്രമേ ഉള്ളൂ, പക്ഷെ ഇവിടെ mx ഉണ്ട്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ കൂടെ ചെയ്യണം. m into x ന്റെ ഡെറിവേറ്റീവ്, x ന്റെ ഡെറിവേറ്റീവ് 1 into m നെഗറ്റീവ് m cosec square mx. d by dx of cot mx
negative m cosec square mx. Next question, cot 3 minus 7x. Find the derivative of cot 3 minus 7x. D by dx of cot 3 minus 7x. Derivative of cot x minus cosec square x. Minus cosec square 3 minus 7x. ഇനി നോക്കിയേ, ഇത് എക്സ് അല്ല, ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആവശ്യമുണ്ട്. 3 മൈനസ് 7x ഡെറിവേറ്റീവ്, 3 ഡെറിവേറ്റീവ് 0, കാരണം ഇതിനകത്ത് എക്സ് ഇല്ല, കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ഇൻറ്റു 7, 0 മൈനസ് 7 മൈനസ് 7, നെഗറ്റീവ് 7. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് 7 cosec square 3 മൈനസ് 7x. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, cosec 9 by x. അപ്പോൾ നമുക്ക് d by dx of cosec x. ഡെറിവേറ്റീവ് ഓഫ് cosec x എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് cosec x ഫോർമുല മൈനസ് cosec x cot x മൈനസ് cosec x cot x. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് cosec x minus cosec x cot x. d by dx of cosec 9 by 2x. Negative of cosec 9 by 2x into cot x. Cot ഇവിടെ x ന്റെ പ്ലേസിൽ 9 by 2x, 9 by 2x. നെഗറ്റീവ് cosec x cot x. ഇവിടെ x ന്റെ പ്ലേസിൽ 9 by 2x എന്ന് കൊടുക്കുക. cosec 9 by 2x into cot 9 by 2x. ഇനി നോക്കുക, x ആണോ? അല്ല. അപ്പോൾ x ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ചെയ്യുക. 9 by 2x, 9 by 2x. എക്സിന്റെ ഡെറിവേറ്റീവ് 1, 1 into 9 by 2, 9 by 2. നെഗറ്റീവ് 9 by 2 cosec 9 by 2x cot 9 by 2x. Okay, if y is equal to x sin 2x, x sin 2x, find dy by dx, find dy by dx. Okay, ഇവിടെ എത്ര ഫംഗ്ഷൻ ഉണ്ട്? ഇതിൽ എത്ര ഫംഗ്ഷൻ ഉണ്ട്? 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് എക്സ്, ഒന്ന് സൈൻ 2x. ഒന്ന് പോളിനോമിയൽ, ഒന്ന് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഓക്കെ, 2 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. 2 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് ചെയ്യാം. അതുപോലെ 2 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ പോളിനോമിയലാണ്, എക്സ് പോളിനോമിയലാണ്, സൈൻ 2x ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്താണ് പ്രോഡക്റ്റ് റൂള്? പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞേ ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്, അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇതാണ് പ്രോഡക്റ്റ് റൂൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ഫംഗ്ഷൻ into derivative of the second function plus second function into derivative of the first. നമ്മൾ ഷോർട്ട് ആയിട്ട് എങ്ങനെ എഴുതിയത്? d by dx of uv, first function into derivative of the second plus second function into derivative of the first. അപ്പോൾ നമുക്ക് ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടും ഇതിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ടും എടുക്കുക. ഇപ്പോൾ 2 ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആണ്. ഒന്ന് പോളിനോമിയൽ ആണ്, ഒന്ന് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്. നമുക്ക് ഇതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഫൈൻഡ് dy by dx. ഇതിനെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. dy by dx ഈസ് ഈക്വൽ ടു, നോക്കിയേ, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. എന്ന് വെച്ചാൽ uv, ഇത് u ആയിട്ട് കൺസിഡർ ചെയ്യുക, ഇത് v ആയിട്ട് കൺസിഡർ ചെയ്യുക. u അതുപോലെ എഴുതുക, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സൈൻ 2x ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പ്ലസ് അടുത്ത സെക്കൻഡ് ഫംഗ്ഷൻ v അതുപോലെ എഴുതുക, ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതാണ് പ്രോഡക്റ്റ് റൂൾ എന്ന് വെച്ചാൽ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇത് എക്സ് അതുപോലെ എഴുതുക, അതിനകത്ത് ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ 2x ഡെറിവേറ്റീവ്, സൈൻ 2x ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചു. എന്താണ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ്? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോൾ സൈൻ 2x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? കോസ് 2x ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ചെയ്യേണ്ടത്. ഇത് എക്സ് അല്ല, 2x ആണ്. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഒരു 2 കൂടെ കിട്ടും. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഓക്കെ, 2x ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ
ചെയ്യുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് 1 into 2 2 2x cos x. അടുത്ത് ഇവിടെ ഒരു പോസിറ്റീവ് സൈൻ ഉണ്ട് ഫോർമുലയിൽ, പോസിറ്റീവ് പ്ലസ് പിന്നെന്താണ് പറയുന്നത് സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ എഴുതാം. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ sin 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ത് കിട്ടും? എക്സിന്റെ ഡെറിവേറ്റീവ് 1 അല്ലയോ, എക്സിന്റെ ഡെറിവേറ്റീവ് 1 into sin 2x. ഇവിടെ വേണമെങ്കിൽ എഴുതാം, ഇൻറ്റു 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇവിടെ എഴുതാം. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. എക്സ് ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും sin 2x സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുക്കുക, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക, ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതി, സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് cos 2x, sin 2xന്റെ ഡെറിവേറ്റീവ് cos 2x into 2 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഫോർമുല, സെക്കൻഡ് ഫംഗ്ഷൻ എന്താണോ അത് അതുപോലെ കോപ്പി ചെയ്യുക, ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതുക. എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ ആൻസർ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് y ഈസ് ഈക്വൽ ടു 2x cos 2x പ്ലസ് sin 2x. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറയാം. എക്സ് ക്യൂബ് cos 4x, ഇതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ് ക്യൂബ് cos 4x. അപ്പോൾ ഇവിടെയും രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഇഫ് y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് cos 4x, then find dy by dx. അപ്പോൾ ഇവിടെ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഉണ്ട്, ഇതിന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, d by dx ഓഫ് cos x. cos xന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് sin x ആണോ? cos xന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. അപ്പൊ ഇവിടെയും രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് പോളിനോമിയൽ, എക്സ് ക്യൂബ് എന്ന് വെച്ചാൽ പോളിനോമിയൽ ആണ്, കോസ് എന്ന് വെച്ചാൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്. പ്രോഡക്റ്റ് റൂൾ വേണം. പ്രോഡക്റ്റ് റൂൾ എന്ന് വെച്ചാൽ ഞാൻ ഷോർട്ടായിട്ട് എഴുതി കാണിക്കാം. d by dx ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ is equal to first function into derivative of the second plus second function into derivative of the first. അപ്പോൾ നമുക്ക് ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് dy by dx എന്ന് എഴുതാം. ഓക്കെ, is equal to നോക്കിയ ഫോർമുല ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതുക. എക്സ് ക്യൂബ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ cos 4xന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, d by dx ഓഫ് cos x മൈനസ് sin x. cos 4xന്റെ ഡെറിവേറ്റീവ് മൈനസ് ഓഫ് sin 4x. ഇവിടെ എക്സിന് പകരം 4x ആണ്. 4xന്റെ ഡെറിവേറ്റീവ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1, 4 into 1 4 മൈനസ് 4x ക്യൂബ് sin 4x ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു derivative of the second cos 4x in the derivative minus 4 sin 4x plus second function into second function cos 4x into derivative of the first. x cube in the derivative കണ്ടുപിടിക്കണം. x raised to n in the derivative d by dx of x power n nx raised to n minus 1. Derivative of x cube d by dx of x cube n 3 into x power 3 minus 1 n 3 replace ചെയ്തു 3 into x power 3 minus 1 2 3x square cos 4x. Answer minus 4x cube sin 4x plus 3x square cos 4x. Differentiate root x cosec 5x plus 7. Root x into cosec 5x plus 7. Differentiate root x into cosec 5x plus 7. അപ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ഒന്ന് റൂട്ട് എക്സ്, ഒന്ന് cosec 5x plus 7. ഇവിടെയും പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. എന്താണ് പ്രോഡക്റ്റ് റൂൾ? പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞേ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. ഇതാണ് പ്രോഡക്റ്റ് റൂൾ. ഓക്കെ, ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക, ഇതിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് d by dx ഓഫ് റൂട്ട് എക്സ് cosec 5x plus 7 is equal to
ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? റൂട്ട് എക്സ്. റൂട്ട് എക്സിനകത്ത് ചേഞ്ചസ് ഒന്നും ഇല്ല. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കൊസീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കൊസീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. കൊസീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് എക്സ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. അപ്പൊ ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതി, സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇതിനെ ഡിഫറൻഷിയേറ്റ് എഴുതുന്നു. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ് മൈനസ് കൊസീക്ക്, ഇവിടെ എക്സിന്റെ പ്ലേസിൽ 5x + 7 ആണ്. കൊസീക്ക് എക്സ് കോട്ട് എക്സ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. ഇനി ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ചെയ്യണ്ടേ? ഇത് എക്സ് മാത്രമാണോ? അന്ന് വിട്ടുപോകരുത്. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ചെയ്യാനൊന്നും വിട്ടുപോകരുത്. 5x + 7 ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സിന്റെ ഡെറിവേറ്റീവ് 1 × 5 5 7 കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ 5 കിട്ടും. ഇൻറ്റു 5 ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക. കൊസീക്ക് 5x + 7 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നെഗറ്റീവ് കൊസീക്ക് 5x + 7 ഇൻറ്റു കോട്ട് 5x + 7 ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് 1 × 5 ഓക്കെ, പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഈ പോസിറ്റീവ് എഴുതി. അടുത്ത സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക. സെക്കൻഡ് ഫംഗ്ഷൻ ഇവിടെ കൊസീക്ക് 5x + 7. സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക. ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതുക. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. ഓക്കെ, ക്ലിയർ ആണോ? സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക. ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ റിസൾട്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് y is equal to cosec x cot x ഫൈൻഡ് dy by dx, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് cosec x cot x എന്നായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം? ഡിഫറൻഷിയേറ്റ് cosec x cot x, ഇങ്ങനെയൊക്കെ ആയിരിക്കാം ചോദിക്കുന്നത്. അപ്പൊ ഇവിടെയും രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് cosec x, ഒന്ന് cot x. രണ്ടും പ്രോഡക്റ്റ് ആയിട്ടായിരിക്കുന്നത്. ഇപ്പൊ പ്ലസ് ആയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകായിരുന്നു അല്ലെ? cosec x ന്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയാം. cosec x ന്റെ ഡെറിവേറ്റീവ് മൈനസ് cosec x cot x എന്ന് എഴുതും. cot x ന്റെ ഡെറിവേറ്റീവും അറിയാം. പ്ലസ് ആയിരുന്നെങ്കിൽ, ഇവിടെ പ്ലസോ മൈനസോ ആയിരുന്നെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് ചെയ്യാം. പ്രോഡക്റ്റ് റൂൾ നമുക്ക് അറിയാമല്ലോ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. അപ്പോൾ നമുക്ക് cosec x ന്റെ ഡെറിവേറ്റീവ് വേണം. ഡി ബൈ ഡി എക്സ് ഓഫ് cosec x. cosec x ന്റെ ഡെറിവേറ്റീവ് എന്തുവാണ്? മൈനസ് cosec x cot x. അതുപോലെ cot x ന്റെ ഡെറിവേറ്റീവ് വേണം. എന്താണ് പറഞ്ഞത്? cot x ന്റെ ഡെറിവേറ്റീവ് മൈനസ് cosec square x മൈനസ് cosec square x. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. dy by dx ഈസ് ഈക്വൽ ടു, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക, ഇതിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക. ഫസ്റ്റ് ഫംഗ്ഷൻ cosec x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് cot x ന്റെ ഡെറിവേറ്റീവ് മൈനസ് cosec square x മൈനസ് cosec square x മൈനസ് cosec square x ബ്രാക്കറ്റ് ഇട്ട് എഴുതിക്കൊള്ളണേ. ഇൻറ്റു ആണത്. മൈനസ് cosec square x പ്ലസ് പ്രോഡക്റ്റ് റൂൾ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? cot x ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് cosec x ന്റെ ഡെറിവേറ്റീവ്. cosec x ന്റെ ഡെറിവേറ്റീവ് എന്തുവാണ്? മൈനസ് cosec x cot x. ഓക്കെ, മൈനസ് cosec x cot x. അപ്പോൾ dy by dx ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും സെയിം ഫംഗ്ഷൻ അല്ലേ? cosec x ഇൻറ്റു cosec square x, x ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലേ? x ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് ക്യൂബ്. അതുപോലെ cosec x ഇൻറ്റു cosec square x എന്താണ്? മൈനസ് cosec
ക്യൂബ് എക്സ് എന്ന് എഴുതാവോ? ഈ നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് അതുപോലെ എഴുതി കൊസീക് എക്സ് ഇൻറ്റു കൊസീക് സ്ക്വയർ എക്സ്, കൊസീക് ക്യൂബ് എക്സ്. ഓക്കെ, ഇവിടെ അതുപോലെ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, നെഗറ്റീവ്. ഇവിടെ കോട്ടെക്സ് ഉണ്ട്, ഇവിടെ കൊസീക് എക്സ് കോട്ടെക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കോട്ടെക്സ് ഇൻറ്റു കോട്ടെക്സ്, കോട്ട് സ്ക്വയർ എക്സ് എന്ന് എഴുതാം, കോട്ട് സ്ക്വയർ എക്സ് ഇൻറ്റു കൊസീക് എക്സ്, കൊസീക് എക്സ്. ഇതാണ് ഇതിൻ്റെ റിസൾട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.